നിനക്ക് ഇതൊന്നും ഉണ്ടായിരുന്ന തരാൻ. അത് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ഒറ്റക്ക് വരെ പെടും. റിപ്പയർ ചെയ്യാൻ ഒരു ചാൻസ് ഹലോ ഹലോ ഇതാരാ? പേരൊന്നും പറയില്ല, ആരും ഒന്നും അറിഞ്ഞൂടാ. എന്താ ഷുക്കൂറിക്ക സുലൈമാൻ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. പിന്നെ സേഫ് ആയി കഴിഞ്ഞിട്ട് നീ റേഡിയോ കയറിയാ മതി കേട്ടാ. റേഡിയോ 99. സേഫ് അല്ലെങ്കിൽ റേഡിയോയിലേ കേറണ്ട. ഇപ്പൊ കേറണ്ട, ഇപ്പൊ കേറണ്ട, ഇപ്പൊ കേറണ്ട. പോകാൻ പറഞ്ഞ് റോബറി ഒക്കെ കഴിഞ്ഞ് കാർ എടുത്തോണ്ട് പോയിക്കോളാൻ പറഞ്ഞു. കാര്യം കഴിഞ്ഞ് അത്രേ ഉള്ളു. നിങ്ങള് കത്തി കത്തി പോകുന്നുണ്ടേ. അത് പറ ട്രാക്കർ വെക്കാൻ പാടില്ല. ഹലോ സ്പൈക്ക് ഹലോ ഹലോ സാറേ ഹലോ സാറേ ട്രാക്കർ വെക്കാൻ പാടില്ല. സാറേ ഡിമാൻഡ് വണ്ടിയില് ട്രാക്കർ വെക്കരുത്. വെക്കരുതെന്നാ പറഞ്ഞത്. ഡിമാൻഡ് ആണത്. ട്രാക്കർ വെക്കരുത്. അല്ലെങ്കിൽ നമ്മ ഇവന്റെ തലയിൽ ഉണ്ടേറ്റും. അയ്യോ എന്താ സാറേ കേട്ടില്ല. അല്ലെങ്കിൽ തലയിൽ ഉണ്ട കയറൂന്ന്. മേലെ ഡ്രസ് വാങ്ങാൻ വന്നേക്കണ്ട് കടന്ന് ഉണ്ട കയറ്റൂന്നോ? അയ്യോ അത് കഴിഞ്ഞ് നമ്മളെ പടപടയെന്ന് കയറും. എടാൻ പറഞ്ഞേട്ടോ സാറേ വണ്ടിയില് ട്രാക്ടർ ഒക്കെ ഇല്ലെന്ന്. ഡിമാൻഡ് കുറച്ചുണ്ടെന്ന് പറ. ലീഡർ വന്നിട്ട് പറയാൻ പറ. ടീം ലീഡർ. അതെ അങ്ങനെ പറയാം. പ്രൊഫസർ ഇപ്പൊ വരുമെന്ന് അല്ലടാ ഇങ്ങനെ പറയാം, ഡിമാൻഡ് ഉണ്ട്, ലീഡർ വന്നിട്ട് പറയൂന്ന് പറയാം. പ്രൊഫസർ അയ്യോ പീടിയൊക്കെ കനക്കുന്നു കേട്ടാ. അടി വാരി കൂട്ടുന്നു. ഇവിടെയുള്ള പീടി മൊത്തം ഉണ്ടല്ലോടാ. ഹലോ സാറേ. എടാ അവരെത്ര വണ്ടി ഉണ്ടെന്ന് വരും ആദ്യമേ. നമുക്ക് പറയണോ ഒരു വണ്ടി പറ്റുള്ളൂ എന്ന് പറയണോ? അത് പറയാൻ പറ്റൂല. പറ്റുമെന്ന് അറിഞ്ഞൂടാ, ചോദിച്ചോ. എടാ നമുക്ക് ഇത് പറയാൻ പറ്റുമോ, ഇത്ര വണ്ടിയേ പറ്റുള്ളൂന്ന്? അവരുടെ എർത്ത് ഗണ്ണൊക്കെ ഉണ്ടേ, സൂക്ഷിച്ചു പോണേ. എന്ത് അവരുടെ എർത്ത് ഗണ്ണുണ്ട്. ഇവിടെയാണോ? വെളിയിറങ്ങാതെ എന്താ ചെയ്യണ്ടേ? ഇവിടെ മതി. പീടി ഫുള്ള് വളഞ്ഞ. എടാ നീ പുറത്തു പോയി അവിടെ പേടിപ്പിച്ച് നിർത്താം അവന്മാരെ. രണ്ട് വീഡിയോ ഒക്കെ വെച്ചാലേ പോസ്റ്റേജിനെ അല്ലാതെ. ഹലോ സാറേ. ഹലോ പോയാ? ഹലോ സാറേ. ഹലോ എടാ പോലീസൊക്കെ പോയടാ. അവരെല്ലാം 4 സൈഡിൽ നിക്കുക. എതുവഴിയാ പോന്നേന്നറിയാം. അവര് നിക്കട്ടെ. നമുക്ക് 2 വണ്ടി ബാക്ക് ഇട്ടിട്ട് അതുവഴി പോയാൽ മതിയായിരുന്നു. നീ അപ്പുറത്തെ റൂമിലൂടെ 2 പെയിന്റിംഗ് ഉണ്ട്, എടുത്തോ പോയി. ഇതേപോലെ അപ്പുറത്തെ സൈഡ് റൈറ്റ് സൈഡ്. അവിടെ നിക്ക് കേറി വരില്ല, ഇവിടെ നിക്ക്. ഹലോ സാറേ. ഹലോ കൈ പൊക്കണ അത് അറിയാൻ വേണ്ടീട്ട്. ഹലോ സാറേ. ഹലോ ഞാൻ ഇവിടത്തെ ഇത് ചെയ്യുവാണേ. ഹലോ സാറേ. ഹലോ സാറേ. നീ അവിടെ തന്നെ നിന്നോണേ. അവിടെ പോലീസിനെ വിളിക്കട്ടെ. അവരെ വിളിക്കടാ, പോലീസിനെ വിളിക്കാനല്ലേ ഇവനെ അല്ലാതെ മേലോട്ട് വെടിവെക്കാം. അതെ വെടിയൊക്കെ പോലെ. ഹലോ സാറേ. ഹലോ സാറേ.
അങ്ങോട്ട് ചെന്നാലും പ്രശ്നമൊന്നുമില്ല ഹലോ സാറേ ഹലോ. അത് പുറത്തേക്ക് പോണ വഴിയായിരുന്നോ? ബ്രോ. ചെന്നാലും പ്രശ്നമില്ല. ചെന്നാ പ്രശ്നമില്ലേ? ഇല്ല ഹോസ്റ്റൽ ഹലോ സാറേ ഹലോ. കഴിഞ്ഞ സാറേ ഇല്ല ഇല്ല, ഇല്ല, സാറേ time എത്ര വണ്ടിയുണ്ട്? ഞങ്ങള് 2 വണ്ടിയുള്ളൂ സാർ, 2-3 വണ്ടിയുള്ളൂ. വണ്ടിയാ. സാറേ കുറച്ച് ഡിമാൻഡ് ബ്രോ അതിന് ഇതുണ്ടല്ലോ. ആ ഓക്കെ, നിങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് മതി. ആ SMG. ആ ഓക്കെ. 2-3 വണ്ടി അതെന്തൊരു കണക്ക്? രണ്ട് വണ്ടിയാടാ 2 വണ്ടി. ഇപ്പൊ തന്നെ 4 വണ്ടി കിടപ്പുണ്ട് ഇടയില്. എവിടെ? നേരെ നോക്ക് ഫ്രണ്ടില് എത്ര എണ്ണം ആ ഉണ്ട്? ചോദിക്കണം. കള്ളത്തരം പറഞ്ഞ കാല് വെട്ടി വെളിയിടുന്ന് പറഞ്ഞേക്ക്. എന്റെ ഓരോ കള്ളത്തരത്തിന് ഓരോ പാർട്ടിയായിട്ട് വെട്ടി ഇടുന്നതാ. അതെ വെട്ടിക്കളയും. വെട്ടി തല എടുക്കും സാറേ. ഇവന്റെ തല നമ്മൾ പുറത്തിടും. വേണോ ലിയോ? എടാ സാറിന് ഇത്തിരി പേടിപ്പിക്കട്ടെ. സാറ് നിക്കറെ ഇപ്പൊ എടുക്കരുത്. ആ ഓക്കെ. എടാ പെയിന്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി തോന്നുന്നു. എന്തൊരു ഡിലേ. ഇവര് പീടി തന്നെയാണോടെ? എടാ പെട്ടെന്ന് സംശയമുണ്ട് കേട്ടാ. പീടിയാണോ? ഞാൻ പറഞ്ഞ ഞങ്ങളിവിടെ ചക്കക്കുരു മുളപ്പിക്കാൻ വന്നല്ല. വെയിറ്റ് ആക്ക്. കാശാരയിലല്ലേ? നിക്ക് എടാ, നീ അവിടെ പോയി നിക്ക്. ഇവിടെ വരല്ലേ, പേടിപ്പിക്കാൻ നിക്ക് അവിടെ. എടാ എല്ലാരും വരല്ലേ അവിടെ പോയി പീഡിപ്പിക്കാനോ? പേടിപ്പിക്കാൻ. ഹലോ സാറേ. ഹലോ സാറേ ഹലോ സാറേ ഹലോ. സാറേ നിങ്ങള് കൊറേ വണ്ടി ഉണ്ടല്ലോ, 2 വണ്ടിയാന്ന് പറഞ്ഞിട്ട്. സാറേ വണ്ടി തന്നെയാണോ സാറേ ഇങ്ങനെ ഓടിയൊക്കെ പോണ? ആരൊക്കെ ഓടിപ്പോണ? എവിടെ ഓടിയ? ഇല്ല അറിയില്ല. സാറേ നിങ്ങള് 2 വണ്ടി 4. സാറേ ഒരു വണ്ടി ഹോസ്റ്റ് ചെയ്യാൻ. സാറേ ഇത് ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ട് സിറ്റിയിലുള്ള എല്ലാ പോലീസും ഉണ്ടല്ലോ ഇവിടെ. സാറേ പറയട്ടെ സാറേ, ഒരു മിനിറ്റ്. സാറേ ഒരു വണ്ടി ഹോസ്റ്റേജ് ഹാൻഡലറാണ്. ഓക്കെ, ബാക്കി 3 വണ്ടി ചേസിനാണ്. ഓക്കെ മനസ്സിലായോ? എടാ ഒരു വണ്ടി ഇത് എന്തോ വേറെന്തിനും 3 വണ്ടി ചേസിങ്ങിന് വന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഇറങ്ങിപ്പോയി എന്താ? അത് നമ്മളെ കൂട്ടത്തിലുള്ളതൊന്നുമല്ല, നമ്മൾ 6 അകത്തുണ്ട്. അത് ആ പുള്ളി ഇപ്പൊ കാർ കൊണ്ടിട്ടിട്ട് അങ്ങോട്ട് പോയല്ലേ, നമുക്കറിയത്തില്ല. സാറേ ആ പുള്ളി സാറേ വണ്ടി മാറ്റണം മെയിൻ റോഡിൽ. ആരും വെളിയിൽ പോയിട്ടില്ല. ഇല്ല ലിയോ നീ ഇവിടെ തന്നെ എന്തോണം കേട്ടോ. നിന്നെ അവർക്ക് പേടിയുള്ളൂ കേട്ടോ. ഞാൻ മാസാണ്. ഓക്കെ. ആ ചോപ്പ് ഡ്രസ് കാണുമ്പോഴേ മാസമല്ലേ. അതെ കൊമ്പുണ്ട് എനിക്ക്. എവിടെ മൂട്ടിലാ? സാമാനത്ത്. ഇവൻ മിക്കാറ് ഞാൻ പറയാം. എടാ ഞാൻ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഡ്രൈവറല്ലേ, ഞാനിപ്പോ പോയി. നീ ലോക്ക് തുറന്ന് കയറണേ. അയ്യോ ലോക്ക് തുറക്കണട്ടോ. രണ്ടാൾക്കാരും കൂടെ വന്ന് മതി. ഒക്കെ അവിടെ നിക്ക്. വേണ്ട നിങ്ങൾ അവിടെ തന്നെ വേണ്ട ഞങ്ങള് 3 പേരും മതി. രായപ്പ നീ പുറത്തോടെ, ഞാൻ ഒന്ന് അകത്ത് നോക്കട്ടെ എന്തൊക്കെ ഉണ്ട്. അവിടെ എത്ര ആൾക്കാർ? ബിരിയാണി അല്ല ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചാണ്. നോക്കാം. നീ അടക്കം 3 പേരാ? ഞാൻ അടക്കം 3. എന്നാ ഒരാളും കൂടി വാ. ബേസ് വർക്ക്. എടാ നീ അവിടെ നിക്കണട്ടാ. വേറെ ആരാ അവിടെ നിക്കണേ? ഒരാൾ നോക്കിയാ മതി, ബാക്കി ഇങ്ങോട്ട് വാ. നിങ്ങൾ 3 പേര് അവിടെ നിക്ക്, വേറെ ആരും വരില്ല. നീ മാറണുണ്ടോ? കണ്ണൻ ഹോസ്റ്റേജിനെ നോക്കല്ലേ? ഞാൻ നോക്കാം. അതല്ലാണ്ട് പേടിപ്പിക്കാൻ ഒരുത്തിന് അവിടെ നിന്നോണേ. മൊത്തെടുക്ക. ടൈമുണ്ടോ ലോക്കർ ക്ലോസ് ചെയ്യാൻ? പിന്നെ ഇത് എസ്കേപ്പ് ചെയ്യാം. ആയിരിക്കും. ഒരു ഡൗട്ട്, ഈ സ്പൈക്കും ടയർ പൊട്ടിക്കലും ഒന്നല്ലേ? എടാ ലൂട്ടിയാടാ ലിയോ. ലൂട്ട് ചെയ്യാണ്. നീ പൈസ എടുക്കണൊന്നും കാണില്ലല്ലോ.
ഞാൻ എടുത്തോണ്ടല്ലോ. ഏതോ അല്ല സാറേ ഇത് ചേസിങ് അപ്പുറത്തെ എടുക്ക അപ്പുറത്തെ. അപ്പൊ ടയർ പൊട്ടിക്കരുതെന്ന് പറയല്ലേ? ഹോസ്റ്റേജിന് റിസീവ് വന്നു, ബാക്കി 3 ചേസിങ്. ഇതിപ്പം ആങ്കർ വെക്കരുത് പറയാ. അത് പറഞ്ഞിട്ടുണ്ട്. വെക്കും. ഏ അല്ല ബ്രോ, ഒരു കാര്യം ചോദിക്കാം. സ്പൈക്ക് ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നേരത്തെ അത് പറഞ്ഞില്ല. അപ്പൊ അവര് എന്ത് ചെയ്ത് നമ്മൾ ഇറങ്ങുമ്പോ തന്നെ ടയർ പൊട്ടിച്ചാണ്. കേട്ടില്ല. അപ്പൊ എന്താ ടയർ അത് പറ. സ്പൈക്ക് ഇല്ലാന്നാണോ പറഞ്ഞത്? 2, 3 എന്നാലും 5 വണ്ടി കിടക്കില്ലേ? എടാ ഡ്രില്ലില്ലേ? ഡ്രില്ലാരെടുത്താ? എങ്ങനെയാണ് എടാ എടാ ഡ്രില്ലാരെടുത്താ? ഡ്രില്ല് ബ്രോ ഒന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞാൽ ബ്രോ പോയിച്ചോ. അറിയില്ല, അവന്റെ സാത്താന്റെ ഇല്ല. സാധാരണ ഡ്രില്ല് ഉണ്ടെങ്കിൽ സൈഡിലുള്ള ലോക്കറും കൂടെ തുളിക്കാം. ഞാൻ വരാം. എവിടെ ഇതെന്താ എടുക്കാൻ പറ്റാത്ത? മാറിക്കടാ. ഞാനാ? എടാ ഇവര് എടാ ഇതാരാ? മാറി. എടാ ഇതെന്താ എടുക്കാൻ പറ്റാത്ത? എനിക്ക് എടുക്കാൻ പറ്റണല്ലോ. നീ സാത്താനം എടുത്തു ഓൾറെഡി, അതുകൊണ്ട് കാണിക്കൂല. ഡ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഡ്രില്ല് കണ്ണു ചോക്ക്. ഡ്രില്ല് കാണിക്കൂ. ഡ്രില്ല് ബ്രോ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഈ സ്പൈക്ക് ആണോ ഏതാണോ പറയേണ്ടത്? മറ്റേത് വണ്ടി മേലെ വെക്കൂലല്ലോ എന്തായാലും. അല്ല ഒരു മിനിറ്റ് പറയാം. സാറേ ഒരാൾ മാത്രമേ പറ്റത്തുള്ളൂ. ഇതെന്താ ബ്രോ ഈ അപ്പ് ഡൗൺ ആരോസ്? മൊത്തം 6 വണ്ടിയാ മൊത്തം. എടാ മാലിക്, എടാ ശുക്കൂറെ. ഒരാള് അപ്പൊ ഇപ്പത്തെ കറക്റ്റ് 5 ഉണ്ട്. ഒരാൾ മാത്രമേ പറ്റത്തുള്ളൂ. പോകാൻ പറ. അപ്പൊ ഏത് വണ്ടിയാ മാറ്റണ്ടേ? നേരത്തെ അവിടെ കിടന്നതാണ് ഞാൻ പറഞ്ഞു, അങ്ങ് ദൂരെ കിടന്നത്. അത് മാറ്റണമെന്നാണോ പറഞ്ഞത്? സാറേ മാറ്റിയല്ലോ. മാറ്റിയല്ല, ഈ പുള്ളി പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞത്. എടാ എന്താ പറയുന്നേ? പോലീസ് എന്താ പറയുന്നേ? ഓക്കെ. എടാ പീഡി എന്താ പറയുന്നേ? ഒരു മിനിറ്റ്. എടാ ഡിമാൻഡ് പറയാൻ ആളിഞ്ഞ് വന്നാണ്. ഈ ലോക്കർ ഡിമാൻഡ് പറയാനായില്ല. പറയണ ഒരാളിഞ്ഞ് വന്നാണ്. കഴിഞ്ഞില്ലായിരുന്നു. ഇല്ല മൂന്നെണ്ണം കൂടെ ഉണ്ട്. ഇല്ല നല്ല ടൈപ്പ്. ഇതെന്താ ബ്രോ പിന്നെ സുനി ഒന്ന് ഇങ്ങോട്ട് വന്നേ. സുനി ഇങ്ങ് വന്നേ. വിടല്ലേ? അല്ല ഒരാൾ മാത്രം കയറിയാൽ മതി എന്ന് പറയണം. ഒരാൾ മാത്രം ഡിമാൻഡിന്. ആര് പറഞ്ഞേ? അല്ല ഡിമാൻഡിന് വരുമ്പോ ഒരാൾ മാത്രം വന്നാൽ മതി എന്ന് പറയണം. ബാക്കിയുള്ള രണ്ടുപേരെ ഒന്നും വരില്ലെന്ന് പറയണം. ഓക്കെ. നീ അവിടെ നിന്നോ? ഞാൻ അവിടെ ഉണ്ട്. ഞാൻ ഒന്ന് ചെയ്തിപ്പോ. ഇനിയും കൊറേ ചെയ്യണോ? ഇത് ഈ ഡ്രില്ല് ചെയ്യണ ആൾക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുമോ? ആടാ നമുക്കും ഡ്രില്ല് വേണം. 2 ഡ്രില്ലെങ്കിലും വാങ്ങണം. ഈ 3 സൈഡിലും ഡ്രില്ല് വേണം. അത് ഡ്രില്ലില്ല വെയിറ്റ് ആക്ക്. പറയാം സാർ. സാർ ഇങ്ങനെ ഇടിച്ച് കയറല്ല അകത്തോട്ടത്. ഫസ്റ്റേന് ചിലപ്പോ ഉണ്ട കയറേണ്ടി വരും. എടാ ലിയോ, നീയോടെ ഒന്ന് പോയി നോക്കാം. സാറിനൊക്കെ തൊര കയറി ഇരിക്കാൻ തോന്നുന്നു ചേസിന്. എന്താ സാറേ മൊടയാണോ? ഈ തെള്ളിക്കൊണ്ട് ഇവിടെ എങ്ങോട്ട് ചെയ്യാൻ പറ്റൂല. എടാ അവരോട് ഡിമാൻഡ് ഇപ്പൊ പറയല്ല, കുറച്ച് ആലോചിച്ചിട്ട് പറയണം. ഞാൻ സാറിനെ പേടിപ്പിക്കാം. അപ്പൊ നീ മുകളിലോട്ട് പടിയേക്കണേ. സാറ് എന്താ സാറേ പോയാ? സാറേ പറഞ്ഞോ സാറേ. എന്താ സാറേ സാറ് ഡിമാൻഡ്സ് എന്ന് പറയാമോ? ഡിമാൻഡ്സ് നമ്മളെ ലീഡർ വരുന്നുണ്ട്. കുറച്ചും കൂടി. സാറേ വെറുതെ ഫയർ ചെയ്യില്ല. നമ്മൾ ഫയർ ചെയ്താലേ നമുക്കത് പിന്നെ ഇനിഷ്യേറ്റ് സാറേ പേടിപ്പിക്കാണോ സാറേ? സാറേ പേടിപ്പിക്കല്ല സാറേ. അതാണ് സാർ നമ്മളെ പേടിപ്പിക്കണം. അയ്യപ്പൻ സാർ. അയ്യപ്പൻ. സാറല്ലേ ആദ്യം വന്നേ? അതെ. സാറിനെ ഇവിടെ കണ്ടോ പരിചയപ്പെട്ടോ സാറേ? ഈ വൈറ്റ് കോട്ട് ഇട്ട് സാറേ എവിടെ? അതെ സാറേ. ഒരാളെ പോലെ 7-8 പേരാൾ സിറ്റിയിലെ ഞാൻ വലിയ മേള ശുക്കൂർ. സാറേ ഡോർ തുറക്കല്ലേ? ഇല്ല സാർ പേടിക്കില്ല സാറേ. സാറിന്റെ ഡോറൊക്കെ നമുക്ക് എന്ത് പേടി സാറേ? പേടിക്കണ്ടേ? അല്ല സാറേ, ഞാൻ ഡോർ തുറക്കാൻ. അതെ ഡോർ കേറല്ലേ എന്ന് പറഞ്ഞതാ. കേറല്ലേന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അതെ അല്ല അതാ പറഞ്ഞേ. സാറേ നമുക്ക് ഡിമാൻഡ്സും നിലവിലെന്ന് പറയൂ സാറേ. ഒരു മിനിറ്റ് വെയിറ്റ് ആക്ക്. ഇപ്പൊ പറയാം. എനിക്ക് സാറ് വെയിറ്റ്. എന്താ സാറേ ഇത്തിരി അർജന്റ് ആണല്ലോ സാറേ? സാറേ അർജന്റ് അല്ല സാറേ. ഹോസ്റ്റലിന്റെ ലൈഫും ഇല്ല സാറേ, സേഫ് ആണ്. ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് സാറേ. സേഫ് ആണ്. ഹോസ്റ്റേജ് എങ്ങനെയുണ്ടാ അഭിപ്രായം പറഞ്ഞേ?
സേഫ് അല്ലേ? സേഫാ സാറേ, സേഫാ. സേഫാ. അവൻ പേടിച്ച് മുള്ളി. അവൻ ലിയോ തുടച്ചു. അവൻ ഇത്തിരി പേടിയുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ ഇങ്ങനെ പാമ്പറൊക്കെ ഉണ്ട്. കാരണം എങ്ങാനും അവൻ വല്ലതും പറ്റി കഴിഞ്ഞു കഴിഞ്ഞാ ലിയോ സാറേ എന്റെ ഉടുപ്പൊക്കെ പോയി. കളാ പട്ടി പോലെ ആടി മോനെ. മയിരെ. ഹലോ, ഡിമാൻഡ് 3 ഡിമാൻഡ് ഉണ്ട്. അല്ല ഞാൻ ഒരു മൈൻഡ് പറയട്ടെ സാർ. അവിടെ കിടന്ന ഒരു വണ്ടി മാറ്റാൻ നിങ്ങൾ പറഞ്ഞു. ആര് പറഞ്ഞു? നിങ്ങൾ ആരോ പറഞ്ഞു വണ്ടി എടുത്ത് മാറ്റണമെന്ന്. പീഡി വണ്ടി മാറ്റണമെന്ന് പറഞ്ഞില്ലേ? ഫസ്റ്റ് ഡിമാൻഡ്. അത് ഡിമാൻഡ് അല്ലല്ലോ, അത് സാറല്ലേ പറഞ്ഞ 4 വണ്ടി. സാറേ പറയട്ടെ നമുക്ക് ഇപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇവിടെ എന്ത് പറഞ്ഞു വണ്ടി ഒരു മിനിറ്റ് സാറേ. സാറിന്റെ അടുത്ത് പറഞ്ഞ ചേസിന് 4 വണ്ടി എന്നാ സാറ് പറഞ്ഞതിലും കൂടുതൽ വണ്ടി പറഞ്ഞത് ഇല്ല. 3 വണ്ടി. അത് പിന്നെ സാറ് മാറ്റി പറഞ്ഞ് 4 വണ്ടി. സാറേ ഒരു ബാങ്ക് റോബറിക്ക് 4 വണ്ടിയാണ് ചേസിന് വരുന്നത്. അത് പുറത്തും അകത്തും ഒരേ നിയമമാണ്. പിന്നെ 4 വണ്ടി തന്നെയാണ് അറിഞ്ഞിട്ടിരിക്കുന്നത്. ഞാനല്ല പറഞ്ഞ, ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. ഇനി അത് പറഞ്ഞ 4 വണ്ടി തന്നെയാണ് ചേസ്. ഓക്കെ, അപ്പൊ വണ്ടി അവിടെ കിടന്ന വണ്ടി അല്ല, ഞങ്ങൾ കേട്ട കോള് പറയാം. ആ കിടക്കുന്ന വണ്ടി എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ വണ്ടി മാറ്റിയിട്ടുണ്ട്. സാറ് ഡിമാൻഡ് ചോദിച്ചു വന്നപ്പോ നമ്മൾ ഡിമാൻഡ് പറയാന്നേ പറഞ്ഞോളൂ. അത് ഡിമാൻഡ് ആയിട്ടല്ല ഡിമാൻഡ് എന്ന് പറയുമ്പോ പിന്നെ സാറ് നമ്മള് വെളിയിൽ നിൽക്കാൻ പറയണത് എല്ലാം ഡിമാൻഡ് ആവുമല്ലോ. സാർ തിരിച്ചിട്ടോ. പക്ഷെ സിറ്റുവേഷൻ പറഞ്ഞ 4ാമത്തെ വണ്ടി ആണെങ്കിൽ ഓക്കെ. സിറ്റുവേഷനിൽ 4 പീഡി വണ്ടിയേ ഉള്ളൂ സാറേ. ഞാൻ പറഞ്ഞത് അത് 5ാമത്തെ പീഡി വണ്ടിയായിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാറ്റിയിടാൻ. സാർ ഇവിടെ 5 വണ്ടി ഇല്ല. ഫസ്റ്റ് ഓപ്പൺ ഇവിടെ 5 വണ്ടി ഇല്ല. ഒരു വണ്ടി എക്സ്ട്രാ കിടക്കുന്നത് തിരിച്ച് ഹോസ്റ്റൽ ഓഫീസർ പോകാനാ. അല്ല, അത് ഡിമാൻഡ് ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് നമുക്ക് കോളം അറിയോ? അവിടെ കിടക്കുന്ന പീഡി വണ്ടി എടുത്ത് മാറ്റണം. അതാണ് നമ്മുടെ കോള്. അപ്പം മറ്റേ ഇവിടെ ആദ്യം വന്ന് സംസാരിച്ച ആളൊന്ന് ക്ലിയർ ആവുന്നേ ഉള്ളൂ. ഡിമാൻഡ് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു സാറേ. ഡിമാൻഡ് 3 ഒന്ന് വണ്ടീന്റെ ടയർ പൊട്ടിക്കാൻ പാടില്ല. രണ്ടാമത്തത് പിറ്റ് ടൈം തരണം. സാറേ 3 മിനിറ്റ് കിട്ടുമോ? മൂന്നാമത്തെ വണ്ടിയിൽ ട്രാക്കർ വെക്കാൻ പാടില്ല. വണ്ടിയിൽ ട്രാക്കർ വെക്കാൻ പറ്റൂല എന്നാണ് പറഞ്ഞത്. ഒന്നിലല്ലോ, 2ലും വെക്കാൻ പാടില്ലേ? വെയിറ്റ് ബ്രോ. ആ വണ്ടി ബ്രോക്ക് തിരിച്ചിടണല്ലോ. കിട്ടോ? കണ്ണാൻ എന്റെ വണ്ടിയിൽ വണ്ടി വേഗം തീരുമാനിച്ചേ. വന്ന പോലെ കേറട്ടോ. ഇവന്റെ പോലീസ് ഉണ്ടോ? ഇവനെ കൊണ്ടുപോകാനില്ല. ഓക്കെ, വണ്ടിയിൽ കയറുന്ന സമയം തരണേന്ന് പറ. വണ്ടിയിൽ കയറാൻ സമയം തരണേ പറ. മാറ്റല്ലേ നീ വണ്ടി കേറണത് വരെ നീ അണ്ണേ പേരിയാണ്. കൈ പൊക്കി എണീറ്റ് പറഞ്ഞേ. വണ്ടി കയറാൻ ഈ മറ്റേ പിറ്റ് ടൈം ഉണ്ടാവുമല്ലോ. അതായത് വണ്ടീന്റെ ടയർ പൊട്ടിക്കാൻ പാടില്ല. സത്യം സാറേ, ഒരു മിനിറ്റ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോ. ആദ്യം ഡൗട്ട് സാറേ, നമുക്ക് ഹോസ്റ്റേജിനെ തന്നിട്ട് വണ്ടി കയറാനുള്ള ഒരു ഫീസ് ഉണ്ടാവുമല്ലോ. ഹോസ്റ്റേജിന് ഇവിടെ ഇതാക്കണം സാറേ, അല്ലെ ഇവിടെ തന്നെ സേഫ് ആക്കാം. 3 ഡിമാൻഡ്സ്. അതന്നെ വണ്ടിയിൽ കയറുന്ന വരെ നമുക്ക് ഹോസ്റ്റേജിനെ പിടിക്കും. എന്നിട്ട് സാർ എടുത്തോ. ഓക്കെ? ഇല്ല സാറേ, അങ്ങനെ പറ്റൂല സാറേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ കയറാനുള്ള ടൈം തരണം. സാറേ ഡിമാൻഡ് അത് ഡിമാൻഡ് ആയിട്ട് കൂട്ടൂല. അത് മനസ്സിലായോ? അതായത് സാറേ അത് മനസ്സിലായി സാറേ. പക്ഷെ ഹോസ്റ്റലിൽ വെച്ച് നമുക്ക് അങ്ങനെ പറ്റില്ല. സാറിന് ഡിമാൻഡ് പറ, നമ്മൾ നോക്കട്ടെ. സാറ് പറ, ഇപ്പത്തുള്ള ഡിമാൻഡ് പറ. അതായത് ഒന്ന് ടയറിന്റെ വണ്ടി പൊട്ടിക്കാൻ പാടില്ല. അപ്പൊ നോ സ്പൈക്ക്. ഒന്ന് ടയറിന്റെ ടയർ നോ ട്രാക്കർ 2. പിന്നെ അടുത്തത് 3 പിറ്റ് ടൈം 3 മിനിറ്റ് വേണം. ഓക്കെ സാർ. ഓക്കെ, 3 ആയില്ലേ?
ഓക്കെ സാറ് പെട്ടെന്ന് ഓടിച്ചായിട്ട് വണ്ടി കയറിക്കോ. ഇല്ല വെയിറ്റ് ചെയ്യ, ഉള്ളിത്തോനോടൊന്ന് പറയട്ടെ. അല്ല പുള്ളിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി കയറി സാറേ പുറത്ത് എടാ പുറത്ത് നിക്കടാ, പിന്നെ ഞാൻ എങ്ങനെ സാറ് പുറത്തോട്ട് ഇറങ്ങണേ? പുറത്ത് നിക്കടാ, പുറത്ത് കേടാ സാറേ. ഞാൻ പറയട്ടെ, എടാ സുൽത്താൻ, ഇവിടെ എല്ലാരും വണ്ടി കയറിക്കാം. ഇവര് പറയണ നമ്മുടെ വണ്ടീന്റെ സാറേ ഹോസ്റ്റലിനെ എവിടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വണ്ടി കേറ് ഓടി വണ്ടി പോട്ടെ എത്തിച്ചു വിട്ടോ. എത്ര മിനിറ്റ് ആയിരുന്നു? 3 മിനിറ്റ്. പുറകെ 1:10 ഇപ്പൊ. ഹലോ സാറേ പിറ്റേങ് ഉണ്ട്. 3 മിനിറ്റ്. എടാ പറഞ്ഞില്ലായിരുന്നു? നീ വിട്ടോ വണ്ടി ഓടിക്കണ ആൾ അത് നോക്കണ്ട. വണ്ടി ഓടിക്കണ ആൾ നോക്കിയാ മതി. എടാ അവന്മാരെ വണ്ടി അവര് ബ്രേക്ക് പിടിച്ചാണ് പറഞ്ഞത്. സീറ്റ് ബെൽറ്റ് ഇട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞു, പെട്രോൾ തീരുമ്പോ അവന്മാര് പിടിക്കും. 3 മിനിറ്റിന് മുന്നേ പെട്രോൾ തീരും. സേഫ് സോൺ അല്ലേ? സിറ്റി സേഫ് സോൺ ആയേ പ്രശ്നം. സിറ്റി സേഫ് സോൺ അല്ലേ? ഇനിയൊന്നും പറ്റൂല. സാറേ എസ്കോട്ടാണോ സാറേ? സാറേ 3 മിനിറ്റ്. സാറേ പിറ്റിങ്ങില്ല സാറേ. 3 മിനിറ്റ്. ഇങ്ങനെ ഇടിച്ച് പിറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോണോ? ഇതെന്താ കത്തിച്ചു വിടാം. പോട്ടെ. തിരിച്ചെടുത്തിട്ട് അപ്പുറത്ത് കൂടെ എന്താടാ ലിയോ നീ കാണിക്കണേ? തട്ടുണ്ടായിട്ട് എടാ അത് പറഞ്ഞില്ലേ അവന്മാര് പിന്നെ ഒന്നും പറയൂല, ഇത് ചെയ്യില്ല, മൈൻഡ് അവരെ സ്പീഡ് ഉണ്ടോ എന്താ ചെയ്യാ? അത് തന്നെ അത്രേ ഉള്ളൂ. ഭയങ്കര സ്പീഡ്, അവർ ഭയങ്കര സ്പീഡാണ്. ഞാൻ കാര്യം പെട്ട ഈ വണ്ടി 2 ബിറ്റില് ഡാമേജ് ആവും. അതന്നെ പേടി. നല്ല വണ്ടി ഉണ്ടെങ്കിലേ പറ്റുള്ളൂടാ. എടാ വല്ല കാട്ടിലോട്ട് ഓട്ടിച്ചേർത്തുന്നത് നടക്കുള്ളൂ. ഞാൻ എപ്പോഴേ പറഞ്ഞേക്കാം, ഇങ്ങനെയല്ല. തിരിച്ചുവിട്ടോ. നേരെ പോട്ടെ. ഇതിപ്പോ നമ്മൾ ഇടിച്ചതിന്റെ ഡാമേജ് എന്നാ പിന്നെ സാറ് വണ്ടിയാ? സാറിന്റെ വണ്ടിയാ ഈ വണ്ടി? ആടാ ഞമ്മളെ പൊക്കിടാ. നീ വണ്ടി കാര്യം നോക്കിയാ മതി, വേറെ ഒന്നും നോക്കണ്ട. നമ്മള് പോണ വരെ നമുക്ക് പോവാ, നീ പോ. എസ്കേപ്പ് ആയാ മതിയടാ, അത്രേ ഉള്ളൂ. ഈ വണ്ടിയിലാണ് പ്ലാൻ ചെയ്യേണ്ടത്. കത്തലുണ്ട്. അവന്മാര് തൊക്കോട്ടോളാ, അവന്മാരല്ലേ പോയെ? റൈറ്റ് ഫുള്ള് സാൻഡിനകത്തോട്ട് ഓട്ടിച്ചാൽ നമുക്ക് കറക്കാൻ പറ്റും അവന്മാരെ. റൈറ്റാ ലെഫ്റ്റ് എടുക്കാം. ഇനി വളച്ചോ. വണ്ടി ഓടിക്കറിയത്തില്ലല്ലോ. ക്ലാസ് എടുത്താ വേറെ ഇത് ക്ലാസ് എടുത്താ ക്ലാസ് ഡ്രൈവിംഗ് ക്ലാസ്. റൈറ്റ് ഓടിച്ചോട്ടോ. റൈറ്റ് സത്യ സാറേ അവരുടെ കൂടെ പിടിച്ചത് സാറേ, അവര് പറഞ്ഞെല്ലാം കേക്കാം. കൂടെ കെട്ടിപ്പിടിച്ചു പാമ്പാ. 2 പേരേ ഉള്ളൂ. പക്ഷെ പിസ്റ്റൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. ഞാൻ പറഞ്ഞത് നീ വിട്ടേ ലിയോ. എല്ലാവരും സേഫ് അല്ലേ? ഞങ്ങൾ ഒട്ടും സേഫ് അല്ല. സാറേ വണ്ടി നിർത്തിട്ട് കീഴടങ്ങ് സാറേ. ഞാൻ സേഫാ. കീ ഞങ്ങക്ക് പിന്നെ തരാം. ലെഫ്റ്റ് ചേർത്ത് പോണേ. വേറെ പോയിട്ട് കാര്യമില്ല. ലെഫ്റ്റ് എടുത്തു.
റൈറ്റ് 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 എടാ ഞാൻ റൈറ്റ് അല്ലേ പറഞ്ഞത്. ലെഫ്റ്റ് അല്ലേ? നേരെ 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 ത്രികോണത്തിൽ പോ. എടാ പോടാ അവിടെ ഇട്ട് കറക്കടാ അവൻ വണ്ടി തിരിച്ചടാ. വിട്ടോ ഒരുത്തനും കൂടെ വിട്ടോ. എടാ നീ ഫസ്റ്റ് ടൈം പോയതല്ലയോ. എടാ, എങ്ങോട്ടേലൊക്കെ കറക്കി കേട്ടറാ. എടാ വണ്ടിയിലടാ ലൈഫ് ഉണ്ടോ നിങ്ങള്? അത് കൊള്ളായിരുന്നു. നല്ല നല്ല മികച്ചൊരു ആ സൂപ്പർ. അതിലും 2 വീഡിയോ അതന്നെ എടാ ഞാൻ ഒരു ഐഡിയ പറയട്ടെ. പറഞ്ഞോ. ഒരു ഗ്യാപ്പ് ഉള്ളപ്പം പറയാം. ഐഡിയ പറ 510 കേറിക്കോ. നമ്മള് വിട്ട് പെണ്ണുങ്ങളെ പറഞ്ഞ് ഇതേപോലെ പെണ്ണുങ്ങളില്ല മേഡം പറഞ്ഞ ഇതേപോലെ ഒരുത്തും പോയിന്ന്. എന്നിട്ട് അത് കുഴപ്പമില്ല വെച്ച് പിടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പോയി അവനെ ജയിലിൽ പിടിച്ച്. ഹലോ ശുക്കൂറെ. അതിന്റെ അവിടുത്തെ ഒരു മരം എന്റെ വണ്ടി നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഇപ്പോഴും പുറത്തുണ്ട്. അവന്റെ ഇൻഫോ പലേട്ടോ പോയി വേറെ വിളിച്ച് ഞാൻ ഡ്രസ് വാങ്ങിട്ട് പലേറ്റൊന്ന് ചെക്ക് ചെയ്യാം. മറ്റേ ഒരുത്തം ബോഡി സാറേ ഞങ്ങക്ക് തമ്മിൽ പേരറിഞ്ഞൂടാ സാറേ, അതുകൊണ്ട് ഞങ്ങക്ക് ആരാന്ന് അറിഞ്ഞൂടാ. സാറേ ഇങ്ങനെ വാലെ വിളിച്ചൊന്നും പോകാൻ പറ്റത്തില്ല. ഇത് പുറത്ത് ഇഷ്യൂ എന്താ സാറേ എന്ത് ഇഷ്യാവുന്ന? മീൻസ് ആ എസ്കേപ്പ് ആയതിനു ശേഷം സിറ്റുവേഷൻ കഴിഞ്ഞല്ലോ. അങ്ങനെ സാറേ നിങ്ങള് റോബറിക്ക് എത്ര വണ്ടി യൂസ് ചെയ്യുന്ന ആ വണ്ടി മാത്രം യൂസ് ചെയ്യാൻ പറ്റില്ല. ചുമ്മാ പറഞ്ഞേ വേറൊരാള് സാറേ എന്നെ ഒറ്റ ഇടിയിൽ ഞാൻ ചാവും സാറേ. അപ്പൊ വെക്കാം സാറേ. പറഞ്ഞ എനിക്കൊരു ഫുഡും വെള്ളം വെക്കോ. ഇപ്പൊ ഞാൻ ചാവും. 2 വെള്ളം വെച്ചിട്ടുണ്ട്. എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ടഫായതുകൊണ്ട് ചാട്ടല്ലേ സാറേ അത് എടുക്കാൻ പറ്റുള്ള നിങ്ങള് പറ്റിച്ചല്ലേ ഇത് ടഫായതാണ്. സാറേ ടോയ് വെള്ളം തന്നെ നമ്മള് പറ്റിച്ചല്ലേ സാറേ. ആര് ഞാനാണോ? അതെ ആരാ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ പോവാ ഞാൻ വീട്ടിലോട്ട് പോവാ. സാറേ പീഡിയില്. ഓക്കെ എന്താ സാറേ പോവല്ലേ അല്ല സാറേ. ഇതുവഴി അങ്ങ് പോയതാ ഞാൻ. സാറേ ആരൊക്കെ സാറേ രക്ഷപ്പെട്ടെ? പലേട്ടോ പോയതിനെ പിടിക്കലേ. സാറേ ഞാനൊരു കാര്യം പറയട്ടെ സാറേ. സാറേ ഞാനും ഈ റെഡ് ഡ്രസ് ഇട്ട ആളുമില്ലേ അവിടെ ഡ്രസ് ഷോപ്പിൽ നിക്കുവായിരുന്നേ. അല്ല സാറേ നമ്മള് രണ്ടുപേരും ബാങ്കില് ക്യാഷ് എടുക്കാൻ പോയതാ. ഇല്ല ഞാൻ വന്നിട്ടില്ല നിന്റെ കൂടെ. അത് വേറെ ആളാ, ഞാനല്ല അത്. സാറേ ഞാൻ ബാങ്കില് ക്യാഷ് പീഡിപ്പിച്ചല്ല സാറേ, പേടിപ്പിച്ചു. സാറേ എന്നെ പേടിപ്പിച്ചിട്ട് പറഞ്ഞു. ഞാനത് വേറൊരു കാര്യം പറയട്ടെ. അവൻ പറഞ്ഞു എന്നോട് നല്ല ശുദ്ധ മനസ്സുള്ളവനാ. എനിക്കിങ്ങനെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടാ. അങ്ങനെ ഞാൻ നല്ല കോസ്റ്റ്യൂം നല്ല ബിസിനസ് ഡ്രസ് ഒക്കെ ഇട്ട് എന്നിട്ട് അവരെന്നെ ഞാൻ ഡ്രസ് ഷോപ്പിൽ എടാ ലൊട്ടെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്റെ പൊന്നു ലൊട്ടെ ഞാനൊന്ന് പറയട്ടെ ലൊട്ടെ. എന്താടാ ഇത്? എനിക്കൊരു അവസരം നാട്ടടാ പറയാ. നീ എന്ത് എന്ത് തേങ്ങയാണോ നീ പറയണേ? 3 ജയിലിൽ കൊണ്ടിടാം. എനിക്ക് അടുത്തുള്ള ജെല്ലി ഇട്ടാ മതി. സാറിന് പേരെന്താ? ഒരു കാര്യം ഇട്ടോട്ടെ അവർക്ക് എന്റെ പേര് അഹമ്മദ് കുട്ടി.
സാറേ അല്ല ഞാൻ സാറേ നമ്മള് മുതുക്കിന്ന് നേരെ പോയിട്ട് ഒരു വളവ് വളഞ്ഞിട്ട് വീണ്ടും ഒരു വളവ് വളഞ്ഞു വരുമ്പോ ഒരു ഡ്രസ് ഷോപ്പില്ലേ, ഞാൻ അവിടെ നല്ല കോസ്റ്റ് നമ്മളിപ്പോ പോണ വഴിക്ക് ഒരു ഡ്രസ് ഷോപ്പ് ഉണ്ട്, ഞാൻ അവിടെ ഡ്രസ് മാറുമായിരുന്നു, നല്ല പൂക്കി ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ അവിടെ നിക്കുവായിരുന്നു. എന്റെ പേര് അഹമ്മദ് കുട്ടി. അനോണിമസ് ആയിട്ട് എവിടെയോ കേട്ട് നല്ലൊരു പഠിച്ച്. ഹലോ സാറേ, എന്റെ സാറിന്റെ പേരെന്തായിരുന്നു? ഞാൻ മറന്നുപോയി. സാറിന്റെ പേരെന്താ? എന്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ, മറന്നു. അല്ല സാറിന്റെ അല്ല, എനിക്ക് അറിഞ്ഞൂടാ. സാറിന്റെ പേരെന്താ? എന്റെ പേര് ലിയോ. അയ്യോ നല്ല പേര് വെച്ചിട്ട്. സാറേ ഇപ്പൊ നമ്മളിപ്പോ വന്ന വഴിക്ക് ഒരു ഇത് കണ്ടില്ല, ഡ്രസ് ഷോപ്പ്. ഞാൻ അവിടെ ഡ്രസ്സ് മാറുമായിരുന്നു. അപ്പൊ ഒരു കുറെ പേര് ഇങ്ങ് വന്നു മാസ്ക് ഒക്കെ ഇട്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു കൈ പൊക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനത്തെ പരിപാടിയിൽ നിക്കാറില്ല, എന്നോട് ചോദിക്കുവാണ് ഇവന്മാര് നിങ്ങൾ ഇതാ ടോയ്ലറ്റ് കഴുകാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ ടോയ്ലറ്റ്, ഞാൻ നിങ്ങളെ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവന്മാരെന്നോട് പറഞ്ഞു എന്നാ നിന്നെ വെച്ചൊരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ആ കാര്യം? അപ്പൊ ഇവന്മാര് പറഞ്ഞു നമുക്ക് ബാങ്കിൽ പോയി നിന്നെ അവിടെ ഹോസ്റ്റേജ് ആക്കി റോബറി അടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറയുന്ന കേക്ക് സാറേ, ഞാൻ പറഞ്ഞത് ഒന്ന് പച്ച കള്ളാണ് സാറേ, സാറേ ഇവനൊക്കെ കൂടിയാണ് സാറേ എന്നെ അങ്ങ് ഞാനൊന്ന് പറയട്ടെ ഷുക്കൂർക്ക, ഒന്ന് പറയട്ടെ. ഞാൻ എന്നെ ഗണ്യം ചെയ്തത് എന്നിട്ട് പറഞ്ഞു നീ അവിടെ കാവലിക്കണം. എടാ ഞാനൊന്ന് പറയട്ടെ ആദ്യം, എന്നെ ഞാൻ പറഞ്ഞുതരാം ആദ്യം. ഇവന്മാര് ബ്ലാക്ക് മെയിൽ ചെയ്തു സാറേ, ഇവന്മാരെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഹോസ്റ്റേജ് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഹോസ്റ്റേജ് ഞാൻ നിക്കില്ല, ഞാൻ വേണമെങ്കിൽ കൂടെ നിക്കാന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു എന്നാ കൂടെ നിന്നോ പറഞ്ഞു. എന്നിട്ട് ഞങ്ങള് ബാങ്കിൽ പോയി. ബാങ്കിൽ ചെന്നപ്പോ ഈ ഷുക്കൂറിക്ക അവിടെ നിക്കണു. ഗാരേജിലോട്ട് വരണേ ഗാരേജ് അല്ല സാറേ, ഗ്യാരേജ് അല്ല സാറേ, പാർക്കിംഗ് സാറേ. അതെ സാറേ, ഇവിടെ ഇതൊന്ന് ചെയ്ത് തന്നെ എനിക്കൊന്ന് വള്ളം തരും സാറേ. വേണ്ട ഈ സാറിന് ഹെൽപ്പ് അല്ല സാറിന് ഞാൻ ആ ബാങ്കിലോട്ട് പോയി നോക്കട്ടെ, ആ കാർ കിടക്കണം. വള്ളം ഞാൻ തരാടാ നിനക്ക് കുറച്ച് കഴിയുമ്പോ. സാറേ ഇപ്പൊ ചാവോ സാറേ, ഒരു ജീവനാണ് സാറേ. ഇപ്പൊ ചാവും അതുകൊണ്ടാണ് അർജന്റ് ആണ് സാറേ, ഒരു ജീവന്റെ കാര്യല്ല സാറേ, നിങ്ങളൊരു പോലീസ് അല്ലേ സാറേ. ഞാൻ അങ്ങോട്ട് എന്റെ വണ്ടി കൊണ്ട് ഞങ്ങളെല്ലാരും ഞാൻ പറഞ്ഞേക്ക് ജാമ്യത്തിന് ആളെയായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വാ. എടാ ഞങ്ങളിപ്പോ ഇവിടെ പറഞ്ഞേക്കണേ എന്നാ ഞങ്ങൾക്ക് തമ്മി ആരും അറിഞ്ഞൂടാ. പോണ വഴിക്ക് എല്ലാരും പിക്ക് ചെയ്ത് കയറ്റിയതാന്നാട്ടാ പറഞ്ഞേക്കണേ. കിട്ടിയിട്ടില്ല സാറേ, ഡ്രോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റൂല സാറേ. ഞാൻ ഇതല്ലേ കഫാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റൂല ഡ്രോപ്പ് ചെയ്താല്. ഒരു മിനിറ്റ് സാറേ, അത് എടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. സാറേ വളരെ നന്ദി സാറേ. മനസമാധാനത്തോടെ ഞങ്ങളെ ഡ്രസ് ഷോപ്പ് വരെയും പോകാൻ പറ്റില്ലല്ലോ സാറേ. സാറേ ഇത് ഒട്ടും ശരിയല്ല സാറേ, കാശ് എടുക്കാൻ പോയതാ സാറേ. സാറേ അവൻ എന്നെ ഗണ്ണേം ചെയ്ത് അവനോട് പറഞ്ഞു നീ അവിടെ കാവലിക്കണം ഇല്ലെങ്കിൽ എന്നെ അടിച്ചുവിടുന്ന് പറഞ്ഞു. അതിന്റെ അത്ര ഉണ്ടോ സാറേ? സാറേ ഇതിന്റെ ഒക്കെ മെയിൻ ആൾ അവനാണ് സാറേ, അഹമ്മദ് കുട്ടിയാണ് സാറേ. അഹമ്മദ് കുട്ടിയുടെ ലൊട്ട ഇതിനൊക്കെ കാരണക്കാരൻ അവനാണ് സാറേ, അഹമ്മദ് കുട്ടിയാണ് സാറേ. ഈ കഫൊന്നും ആയിക്കോ സാറേ, ജയിലിലിട്ടില്ല സാറേ. ആൾക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് സാറേ, ജയിലിലിട്ടല്ലോ സാറെന്തോ കാണാൻ പറഞ്ഞില്ലേ? സാറ് ഒന്നും കിട്ടില്ല സാറേ ഇതില്. ഞാൻ പാവ സാറേ. പ്രൊസീഡ് ചെയ്തിട്ട് വരാം. സാറേ നടക്കൂല. ഇല്ല സാറേ ഇനി ഞാൻ സെർച്ച് ചെയ്തിട്ട് എന്റെ കയ്യിൽ ഒന്നുമില്ല സാറേ, ഞാൻ ക്യാഷ് എടുക്കാൻ പോയതാ സാറേ ബാങ്കില്.
ആരാ ചോദിച്ചേ? സാറ് ചോദിച്ചേ? ഒന്നുമില്ലല്ലേ സാറേ? അല്ലല്ല ഞാൻ ധൈര്യമായി ചെക്ക് ചെയ്തു സാർ. ശുക്കൂറെ, നീയാണോടാ എന്നോട് പെപ്സി വേണമെന്ന് ചോദിച്ചേ? ലൊട്ടെ. ഇൻവെന്ററി ഓപ്പൺ ആക്കില്ല സാറേ? ഇല്ല ഓപ്പൺ ആക്കുന്നില്ല. സാറേ, എന്തേലും വല്ലതും സാറേ ഞാൻ ബാങ്കിൽ കാശ് എടുക്കാൻ പോകുന്ന സമയത്ത് എന്നോട് ഇങ്ങനെ ചെയ്തത് സാറേ. ഞാൻ എന്താ ചെയ്യാനാ സാറേ? എവിടെയോ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നില്ലേ സാധനങ്ങൾ? എടുക്കട്ടെ സത്യമില്ല സാറേ, ഞാൻ ഇനി പുറത്ത് കാവലുന്നതാണല്ലോ. അല്ല ഇത് പലേട്ടോ ഈ ബാഗ് യൂസ് അല്ലേ? ആ, വരില്ല. എന്റെ കയ്യിൽ വെച്ചാ മതിയോ? ആ ഓക്കെ. സാറേ ഞാൻ അതിന് റോബ് ചെയ്തിട്ടില്ല സാറേ. ഞാൻ അവിടെ കാവലുന്നതാ സാറേ. ഇവർ എന്നെ ഗണ്ണേം എഴുതിട്ട് എന്നോട് പറഞ്ഞു, അല്ലേ ഈ കാവല് എഴുതിട്ടില്ലെങ്കിൽ സാറേ ഇത് കോർഡിനേറ്റിനെ ഉണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ആ ചെയ്യാന്ന് പറഞ്ഞു. സാറിന്റെ തല തൊട്ട് സത്യം തരാം. ഞാൻ തൊള്ള പറയാം, സാറിന്റെ തല പൊട്ടിച്ചിട്ട് പോട്ടെ സാർ. സാറേ കോർഡിനേറ്റ് ഇല്ലാത്ത ആ വണ്ടിയുടെ ചാവി അവിടെ കാണാൻ ഇട്ടേ ഡ്രോപ്പ് ചെയ്ത്. സാറേ വളരെ 2,16,000 ഉള്ളൂ. അറിയാമല്ല സാറേ. ഒരു 7 മാസം വിടുന്നുണ്ടേ. സാറേ ഫിംഗർ പ്രിന്റ് എടുക്കണം സാറേ. വേണ്ടാത്തൊരു സാധനം കിട്ടിയിട്ടുണ്ടോ നോക്കൂ സാറേ സാർ. അതെന്തിനാ സാറേ? ഞാൻ എന്താ സാറേ ചെയ്തത്? ഇരിക്കണം. നിങ്ങൾ സത്യം അറിയാൻ സാറേ 7 മാസം ജയിലിൽ കിടക്കാൻ പറയണേ. അത് നമ്മുടെ പ്രൊസീജിയറാ സാറേ. പോയിട്ടില്ല. ഏത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? സാർ ഏതെങ്കിലും ഒന്ന് വെക്ക് സാറേ. ലെഫ്റ്റ് വെക്കട്ടെ? ആ സാറേ ഫിംഗർ പ്രിന്റ് വെക്ക്. സാർ എന്ത് ചെയ്തോ? കോർപ്പറേറ്റ് ചെയ്താൽ സാറേ സാറിന് ഞാൻ ജയിലിൽ വെക്കും. ജയിൽ കുറച്ചില്ല. പൈസ കുറയ്ക്കാൻ കഴിയൂല, ഫൈൻ കുറയ്ക്കാൻ കഴിയൂല. അതിന് കാശില്ല സാറേ കയ്യില്. സാറൊന്ന് വിരല് വെച്ച സാറേ. സാറേ ഇതെന്താണ് സാറേ ഞാൻ ചെയ്ത സാറേ? ഞാൻ കാശ് എടുക്കാൻ പോയതാ സാറേ. ഇവർ എന്നെ പേടിപ്പിച്ചിട്ട് സാറിന്റെ പേരെന്താ? സാറെന്ന് വന്ന് പറ. സാറിന്റെ പേര്? എന്റെ പേര് ലിയോ സാറേ. ലിയോ. എന്ത് ലിയോ? എന്റെ പേര് ലിയോ. എന്ത് ലിയോ? പാജു ലിയോ അല്ലേ? പാജു ലിയോ. ബാഗിന്റെ അവിടെ വന്ന് ഇപ്പോണ്ട്. സാറിനൊരു ജയിലൊരു 7 മാസം സാറേ 8 സാധാരണ 7 അയ്യോ എങ്ങോട്ടോ? അയ്യോ എല്ലാം പോയാ വൈറ്റ് മണിയൊക്കെ എടുക്കൂ. സാറേ എല്ലാം പോയാ? അത് കിട്ടും മേളി വന്ന നമ്മളിപ്പോ വേറെ എവിടെയോ ആണ്. സാറിന്റെ സാധനം മൊത്തം കട്ട്. സാറേ അത് മേളി വരുമ്പോ തിരിച്ചിട്ടു. ആ ഓക്കെ. ഹലോ ഹലോ ഇതെന്താടാ തന്നെ ഇങ്ങനെ മാറി മാറി